ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സാറാസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പച്ച പപ്പായ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു സ്വീറ്റ് ഡിഷിൻ്റെയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന 2 ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തുണ്ടാക്കുന്ന ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പപ്പായ തന്നെയാണ്. നമുക്ക് മരത്തിൽ നിന്ന് പച്ചയായിട്ടുള്ളൊരു പപ്പായ നോക്കി പറിച്ചെടുക്കാം. അപ്പോൾ വീഡിയോയ്ക്ക് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കും. ബാക്കി പപ്പായയൊക്കെ ഒരുവിധം പഴുത്ത് തുടങ്ങിയതാണ്. ഉള്ളതിൽ പച്ച നോക്കി ഒരെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട്. നല്ല പച്ചയായിട്ടുള്ള പപ്പായ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് ചെറുതായിട്ടൊന്ന് കളർ വന്നിട്ടുണ്ട്, പക്ഷെ പച്ച തന്നെയാണ്. നമ്മളിതിന് ഈ ഒരു പാകത്തിൽ കഷണങ്ങളായിട്ട് മുറിച്ച് വെക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് ഡിഷാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തുണ്ടാക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ മലയാളികൾ ഈ ഒരു റെസിപ്പി അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഒരു പാനിലേക്ക് നമുക്കിനി ഒരു 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മെഷറിംഗ് കപ്പിൽ 1 കപ്പും പിന്നെ ഒരു 1/2 കപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കപ്പ് വെള്ളവും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പഞ്ചസാര പാനിയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ആകപ്പാടെ 2 ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഒരു നുള്ളു ഉപ്പും ഒരു 3 ഏലക്കയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന പപ്പായ നമ്മളുടെ മുറ്റത്തും പറമ്പിലൊക്കെ ഇഷ്ടംമാതിരി നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് പപ്പായ. പച്ച പപ്പായ നമ്മൾ പല യൂസും എടുക്കാറുണ്ട്, പക്ഷേ ഒരു സ്വീറ്റ് ഡിഷ് നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് പച്ച പപ്പായയ്ക്ക്. അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോൾ കുട്ടികളും അത് കഴിക്കാൻ ഇഷ്ടപ്പെടും. ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ പച്ച പപ്പായ തന്നെ എടുക്കണമെന്ന് പറയുന്നതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വെന്ത് വരുമ്പോൾ നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. അതിന് ചെറിയൊരു കളർ ഉണ്ടാവുമ്പം അതിൻ്റെ ആ ഒരു അത്രത്തോളം നമുക്കത് അറിയാൻ പറ്റില്ല. കഴിവതും ശരിക്കും പച്ചയായിട്ടുള്ള പപ്പായ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഏകദേശം അതിൻ്റെ പഞ്ചസാര പാനി ഒന്ന് വറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ചെറിയ ചെറുനാരങ്ങയുടെ പകുതി നീര് പിഴിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു നൂൽ പരുവത്തിലാകുന്നത് വരെ നമുക്കിതിനെ തുടരെ ഇളക്കി ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ പീസൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സെയിം റെസിപ്പി തന്നെ നമുക്ക് പച്ചമാങ്ങ യൂസ് ചെയ്തും ഉണ്ടാക്കാവുന്നതാണ്. പപ്പായയ്ക്ക് പകരം പച്ചമാങ്ങ മാത്രം യൂസ് ചെയ്യുക. ബാക്കിയൊക്കെ സെയിം റെസിപ്പി തന്നെയാണ്. ഇത് കല്യാണങ്ങൾക്കും പാർട്ടികൾക്കും ഒക്കെ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ കൊടുക്കാറുള്ള ഒരു സ്വീറ്റ് ഡിഷാണ്. റോ പപ്പായ മുറബ്ബയും അതുപോലെ മാങ്ങ കൊണ്ടുണ്ടാക്കുന്ന മുറബ്ബയും. പേരിൻ്റെ ഒരു കടുപ്പമേ ഉള്ളൂ, പക്ഷെ വളരെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചൂടോടെയും കഴിക്കാൻ ടേസ്റ്റാണ്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. പപ്പായ കൊണ്ടുണ്ടാക്കിയ ഒരു ഐറ്റം ആണോ ഇതെന്ന് നമുക്ക് സംശയം തോന്നും. കാണുമ്പോൾ നമുക്കൊരു ആഗ്ര പേടയുടെയൊക്കെ ഒരു ലുക്കുള്ള ഒരു അതുപോലെയൊക്കെ ഒരു സിമിലാരിറ്റി തോന്നും കാണുമ്പോൾ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.